നമുക്ക് പുല്ല് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇതിന് ഫുള്ളായിട്ട് അകത്തിട്ടിട്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് മുകളിൽ നിന്ന് തടി വരവുണ്ട്. നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് ഇതിലെ തൈലം ഒന്ന് ചാടുന്നത് അല്ലേ. ഇരിക്കുന്ന ഈ സംഭവം കണ്ടില്ലേ, ഇത് കാണുമ്പോൾ ഒരു പുല്ലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള കാന്തല്ലൂർ ഇവിടെയാണ് ഈ പുൽത്തൈൽ ഉണ്ടാക്കുന്നത്. ഇത് കൈ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മളിതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ലീഫ് ഒടിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല ഇവിടുത്തെ കാറ്റിന് ഈ തൈലത്തിൻ്റെ ഒരു സ്മെല്ലാണ്. തണുത്തൊരു കാലാവസ്ഥ, നല്ല നട്ട വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു കുളിരുള്ളൊരു കാറ്റ്, ആ തണുത്ത കാറ്റ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഈ പുൽത്തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ വില എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഈ മഡ് ഹൗസിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളെ പുൽത്തൈലം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളുടെ ഭ്രമരം വ്യൂ പോയിന്റ് ഉള്ളിൽ ഫർണസിൽ, അതായത് നമ്മളെ പുൽത്തൈൽ ഉണ്ടാക്കുന്ന ഫർണസിലാണ് നമ്മളുള്ളത് അല്ലേ. അണ്ണൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗാന്ധി. അപ്പോൾ അതാ ഇത്ര പോകുന്നൊരു ബോട്ടിൽ ഇതാണ് നമുക്കിവിടെ വന്നാൽ മേടിക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇത്ര നേരം ആ പുല്ല് തകിടിയുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ സ്മെല്ലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അണ്ണാ? നമുക്ക് പുല്ല് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇതിന് ഫുള്ളായിട്ട് അകത്തിട്ടിട്ട് ഫുള്ളായിട്ട് മുകളിൽ നിന്ന് തടി വരവുണ്ട്. അപ്പോൾ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ തീ കത്തിക്കണം. ഈ താഴെ ഭാഗത്ത് തീ കത്തിച്ചു ഇവിടെ തീ കത്തിക്കണം. ഇവിടെ തീ കത്തിച്ച് ഒരു രണ്ടര മണിക്കൂർ വേകുമ്പോൾ ഈ ഓസി കൊടുത്തണ ഈ കമ്പി, അതായത് വാറ്റണ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ നീരാവിയാണ് അങ്ങോട്ട് പോയി നമുക്ക് ഈ ടമ്മല ഒരു ചുറ്റു റൗണ്ടായിട്ട് ഒരു കമ്പി വെച്ചിട്ടുണ്ട്. ഈ തൈലം പുറത്തു പോകാനായിട്ട് ഇത് വയ്ക്കുമ്പോൾ ഈ തൈലം നീരാവിയായിട്ട് തന്നെ നമുക്ക് പുറത്താണിത്. നമുക്ക് ഈ ഭാഗത്ത് പതുക്കെ ഈ ഭാഗത്താണ് നമുക്ക് ഇതിലെ തൈലം ഒന്ന് ചാടുന്നത് അല്ലേ. ഓക്കെ. ഇവിടെ നമുക്ക് തൈലം തണിച്ച് നമുക്ക് എടുത്ത് കുപ്പിയിലാക്കുക. അതായത് ഇവിടെ കളക്ട് ചെയ്തിട്ടാണ് അത് നമ്മളിതുപോലെ ബോട്ടിലൊക്കെ ആക്കുന്നത്. ഒറിജിനൽ സാധനമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഓർന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലിന് ഇപ്പോൾ ഇവിടെ വില പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല, നമുക്കിപ്പോൾ കുറേ നാളായിട്ട് ഇത് ഒരു കുപ്പി 150 നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതൊരു 100 ml ബോട്ടിലാണ്. അപ്പോൾ ഇത് ഏകദേശം 150 രൂപയായിട്ടാണ്. ഇതിപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുമോ? കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ നേരിട്ട് നമുക്ക് കൊടുക്കാറുണ്ട്. നേരിട്ട്. അതായത് അപ്പോൾ നമ്മളെ ഭ്രമരം വ്യൂ പോയിന്റിൻ്റെ ഉള്ളിൽ വരുന്നവർ തീർച്ചയായിട്ടും അണ്ണൻ്റെ പേരെന്താ? ഗാന്ധി. അണ്ണൻ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മളെ പുൽത്തൈൽ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്. ഈ ഫർണസിൽ നിന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. 150 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇനി അന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ സംസാരിച്ച് മേടിക്കാവുന്നേ ഉള്ളൂ. കൊറിയർ അയക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇത് കൈ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇവിടെ ചുറ്റോറും നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ പുൽത്തൈലത്തിൻ്റെ വിശേഷങ്ങളാണ്. പുൽത്തകിടികൾ ആ തകിടിയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ആ കാറ്റും ഇവിടുത്തെ ആ ഒരു സ്മെല്ല് തന്നെ പുൽത്തൈലത്തിൻ്റെ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.